അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ച സ്വകാര്യ ബസ് ഉടമകളെ ഗതാഗത മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. ഈ മാസം 22-ാം തീയതി മുതൽ ബസ് ഉടമകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നു. വിദ്യാർത്ഥികളുടെ ₹1 ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണം എന്നത് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതി പണിമുടക്ക് പ്രഖ്യാപിച്ചത്. നാളെ വൈകിട്ട് 3:30-ക്കാണ് ചർച്ച. RB സനൂപുണ്ട് വിവരങ്ങൾ നൽകാനായി. സനൂപ്, പണിമുടക്ക് ഒഴിവാകാനുള്ള ഒരു സാധ്യത തെളിയുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്? ജീന, വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് ₹1 നിന്ന് ₹5 ഉയർത്തണമെന്ന പ്രധാന ആവശ്യമാണ് സ്വകാര്യ ബസ് ഉടമകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഗതാഗത കമ്മീഷണർ ഈ സ്വകാര്യ ബസ് ഉടമകളുടെ ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടിരുന്നു. തുടർന്ന് 7-ാം തീയതി ഇവർ സൂചനാ പണിമുടക്ക് പ്രഖ്യാപിക്കുകയും അന്ന് നടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് 22-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാൻ പോകുന്നതിനുള്ള പ്രഖ്യാപനം സ്വകാര്യ ബസ് ഉടമകളുടെ ഭാഗത്തു നിന്ന് വന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോ ഗതാഗത മന്ത്രി ഇടപെട്ടിരിക്കുന്നത്. അദ്ദേഹം ഈ സ്വകാര്യ ബസ് ഉടമകളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. നാളെ വൈകുന്നേരം 3:30-ക്ക് മന്ത്രിയുടെ തിരുവനന്തപുരത്തുള്ള ഓഫീസിലാണ് ചർച്ച നടക്കുന്നത്. ഈ വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് ഉയർത്തണം. അതിനോടൊപ്പം തന്നെ 140 കിലോമീറ്ററിന് മുകളിൽ പെർമിറ്റ് അനുവദിക്കണം. ഈ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ഇടയ്ക്കിടെയുള്ള ചെക്കിങ്ങും പിഴ ചുമത്തലും അന്യായമായിട്ടുള്ള പിഴ ചുമത്തലും അവസാനിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ബസ് ഉടമകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. നേരത്തെ 32,000-ഓളം ബസ്സുകൾ ഉണ്ടായിരുന്ന വ്യവസായമായിരുന്നു. അതിപ്പോ വെറും 7,000 ബസ്സുകളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിൽ ഒരു പ്രശ്നങ്ങളിൽ ഇടപെട്ടില്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല. മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം തന്നെ വിഷയം പഠിക്കുന്നതല്ലാതെ അതിൽ വേണ്ട നടപടിയെടുക്കുന്നില്ല. നേരത്തെ രാമേന്ദ്രൻ കമ്മീഷനും അതിനുശേഷം രവിരാമൻ കമ്മീഷനും ഈ വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് സംബന്ധിച്ച് പഠനം നടത്തി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. പക്ഷേ ഇതിലൊന്നും തന്നെ ഒരു തീരുമാനം സർക്കാർ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാൻ വേണ്ടി ബസ് ഉടമകൾ തീരുമാനിച്ചത്. എന്തായാലും നാളെ വൈകുന്നേരം ഇപ്പോൾ ചർച്ച വിളിച്ചിട്ടുണ്ട്. സമരം അവസാനിപ്പിക്കാൻ വേണ്ട ഒരു ചർച്ചയായിരിക്കും ഇത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.